ഹൈ ഡേയ്സ് ഗുഡ് ഈവനിങ് ഓൾ. ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ത്യൻ മാർക്കറ്റ് അതിശക്തമായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. എക്സിറ്റ് പോള് ഫലം വന്ന ആ ഒരു ദിവസത്തെ അതേ ആവേശത്തിൽ തന്നെയാണ് പേഴ്സണലി ഞാനുള്ളത്. കാരണം BSE സ്റ്റോക്കുകൾ 14 ലക്ഷം മാർക്കറ്റ് ക്യാപ്പ് ഇന്ന് ആഡ് ചെയ്ത് 400 ലക്ഷം മാർക്കറ്റ് ക്യാപ്പ് വന്നു, തിരികെ എത്തി. അദാനി സ്റ്റോക്കുകൾ ശക്തമായിട്ടുള്ളൊരു ബൈങ് കണ്ടു. കൂടാതെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് നടത്തിയ ഒരു ഏറ്റവും വലിയൊരു സിംഗിൾ ഡേ റാലിയാണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. FMCG സ്റ്റോക്കുകളിൽ കനത്ത ഭയം കണ്ടു. നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 700 പോയിന്റ് മാത്രമാണ് ഇനി നിഫ്റ്റിക്ക് റിക്കവറി ചെയ്യാനായിട്ട് ഉള്ളൂ. പേഴ്സണലി മാർക്കറ്റ് ഇടിയുമ്പോൾ എല്ലാ ആളുകളെ പോലെയും എനിക്കും സങ്കടം ഉണ്ടാവും, അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവും. കാരണം വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. എന്നാൽ മാർക്കറ്റ് കയറുമ്പോൾ അതേ ഹാപ്പിയാണ് ഉണ്ടാവുക. അതിന് രാഷ്ട്രീയവും മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇന്ന് വളരെ വലിയ രീതിയിലുള്ളൊരു സന്തോഷത്തിലാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ലോസ് റിക്കവറി ചെയ്ത് എത്രയാണോ ലോസ് ഉണ്ടായത് അതിൽ കൂടുതൽ പ്രോഫിറ്റ് ഉള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സോണിലാണ് ഞാൻ പേഴ്സണലി ഉള്ളത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അതിശക്തമായിട്ട് തിരികെ കയറി. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മാറ്റി വെക്കാം. മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് നമുക്ക് ഇന്നുള്ളത്. രാഷ്ട്രീയം ചെറുതായിട്ട് നമുക്കിന്ന് ചർച്ചയും ചെയ്യാം. നിലവിലുള്ള അവസ്ഥയിൽ NDA അവരുടെ എല്ലാ അലയൻസായിട്ടുള്ള നേതാക്കളായിട്ട് ചർച്ചകൾ നടത്തി. NDAയുടെ അടുത്ത മീറ്റിങ്ങിൽ ഗവൺമെൻറ് രൂപീകരണമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഫൈനൽ അനൗൺസ്മെൻറ്റ് നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ഒരു പോസിറ്റീവ് ചിന്ത. NDAയുടെ അലയൻസിലുള്ള പല ഘടകകക്ഷികളും വലിയ തോതിൽ സ്ഥാനമാനങ്ങളെല്ലാം തന്നെ ആവശ്യപ്പെടുമെന്നുള്ളത് അവരുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യം. മാർക്കറ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ് വന്നു, അതുമാത്രമല്ല കഴിഞ്ഞ വർഷത്തെ അതേ ഗവൺമെൻറ് വന്നു, കഴിഞ്ഞ വർഷത്തെ അതേ പോളിസി തന്നെ വീണ്ടും തുടരാനായിട്ട് പറ്റുമെന്നുള്ളതാണ് മാർക്കറ്റിനെ സംബന്ധിച്ചുള്ളൊരു ഗുണം. ഇൻറ്റേർണൽ ആയിട്ടുള്ള അവരുടെ ആ ഒരു അലയൻസും അത് അവർക്ക് സൃഷ്ടിക്കുന്ന ചില തലവേദനകളും എല്ലാം തന്നെ സ്റ്റിൽ എക്സിസ്റ്റ് ആണ്. ഇനി കോൺഗ്രസിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരും ഒരു തൂക്ക് മന്ത്രിസഭയ്ക്കുള്ള ചർച്ചകളെല്ലാം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. രാഹുൽ ഗാന്ധി 2 സ്ഥലത്താണ് ജയിച്ചിട്ടുള്ളത്. വയനാടും ജയിച്ചു, അമേഠിയിലും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 സ്ഥലത്ത് ജയിച്ചു. അപ്പോൾ വയനാടിലെ സ്ഥാനം ഒഴിയുകയാണെങ്കിൽ വയനാട് മത്സരിക്കാനായിട്ട് വരുന്നത് പ്രിയങ്ക ഗാന്ധി ആയിരിക്കും എന്നാണ് നിലവിലുള്ള അനുമാനങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവർ രാഷ്ട്രീയത്തിലേക്ക് ഫുൾ ടൈം രാഷ്ട്രീയത്തിലേക്ക് വരും. പ്രിയങ്ക ഗാന്ധി അറ്റ്ലീസ്റ്റ് ഫുൾ ടൈം രാഷ്ട്രീയത്തിലേക്ക് വരും. അപ്പോൾ അവരും വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ ഘടകങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ എക്സിറ്റ് പോളിൻ്റെ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വരാത്തതും കൺസിഡർ ചെയ്തു, പുതിയ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളും കൺസിഡർ ചെയ്തു. അതുകൊണ്ട് തന്നെ പല ഓപ്പൺ ഇൻട്രസ്റ്റുകളെല്ലാം തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും എല്ലാം തന്നെ പല സ്ട്രൈക്കുകളും ഇനാക്റ്റീവായിട്ടാണ് കിടന്നിരുന്നത്. നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സ്ട്രൈക്കിന് ഒരു പ്രീമിയം ഇല്ലാത്തൊരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതെല്ലാം തന്നെ മാറി ഇപ്പോൾ നോർമലായ രീതിയിൽ വന്നു. അതുമാത്രമല്ല ഇന്ത്യ വിക്സ് 27% ഫോളായി 19 ആകുമ്പോൾ അൺസർട്ടനിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഇപ്പോൾ കരുതാൻ. കാരണം ഇന്ത്യ വിക്സ് നടത്തിയ ഏറ്റവും വലിയൊരു ഫോളുമാണ് ഇന്ന് നടന്നത്. മാർക്കറ്റിലുള്ള സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷനിലേക്ക് വരുമ്പോൾ ഇന്ന് ഈ ഗവൺമെൻറ്റിന് ഫെർട്ടിലൈസർ മേഖലയിൽ ഒരു ഉയർന്ന തോതിൽ പരിഗണന കൊടുക്കുമെന്നുള്ള കാരണം കൊണ്ട് ഈ ഫെർട്ടിലൈസർ കമ്പനീസ്, ചമ്പൽ ഫെർട്ടിലൈസർ ഉൾപ്പെടെയുള്ള കമ്പനീസ് ശക്തമായിട്ടുള്ളൊരു റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ മൺസൂൺ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മികച്ച രീതിയിലുള്ള മൺസൂൺ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഇരിക്കുന്നത് നല്ല രീതിയിലുള്ളൊരു GDP ഡേറ്റ, നല്ലൊരു GST കളക്ഷൻ എന്നുള്ള എക്കണോമിക് ഡേറ്റ നമുക്ക് നിലവിലുണ്ട്. ഇന്ത്യ ഏറ്റവും വലിയൊരു കാർഷിക രാജ്യമാണ് എന്നിരിക്കെ ഇന്ന് വന്നിട്ടുള്ള മൺസൂൺ അപ്ഡേറ്റും IMDയുടെ മൺസൂൺ അപ്ഡേറ്റും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ നൽകുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു FMCG കമ്പനീസിൽ നടന്ന ഒരു ശക്തമായിട്ടുള്ളൊരു ബൈയിങ് ആണ്. റൂറൽ ഏരിയ ആണ് FMCG കമ്പനീസിന് ഏറ്റവും താല്പര്യമുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് അർബൻ ഏരിയ അല്ല, റൂറൽ ഏരിയ ആണ്. അപ്പോൾ റൂറൽ ഏരിയയിലും ഈ ഒരു മൺസൂൺ വന്നിട്ടുള്ളതാണ് ഈ HUL, ഡാബർ, മാരിക്കോ തുടങ്ങിയ കമ്പനീസിന് ഗുണകരമായിട്ടുള്ളത്. അതുമാത്രമല്ല ഗോൾഡ്മാൻ സാക്ക്, ഇമാക്കി, ഗ്ലോബൽ ജെഫ്രീസ് പോലെയുള്ള ഗ്ലോബൽ ബ്രോക്കറിംഗ് സ്ഥാപനങ്ങളെല്ലാം തന്നെ ഈ FMCG കമ്പനീസിനെല്ലാം തന്നെ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു ഓൺലൈനായിട്ട് പറയുന്നത്. ഈ മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഒരു ക്രൂരമായിട്ടുള്ളൊരു സന്തോഷം എനിക്ക് ഉണ്ട് എന്നുള്ളത് ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം വിക്സ് സ്പൈക്ക് ആകുമ്പോൾ ഒരു ഓപ്ഷൻ സെല്ലർ എന്ന രീതിയിൽ നല്ല പ്രീമിയം കിട്ടും എന്നുള്ളത് വളരെയധികം ആഹ്ലാദം നൽകുന്ന ഒരു കാര്യമാണ് ഒരു സൈഡിൽ. പക്ഷേ ഞാൻ ഈ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത്, ഞാൻ ഈ ഇൻവെസ്റ്റ്മെൻറ്റ്
ഞാൻ പ്ലഡ്ജ് ചെയ്തിട്ട് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇടിയുമ്പോൾ സ്റ്റോക്കിൻ്റെ വാല്യൂ ഇടിയും. എന്നാൽ ഇവിടെ ഈ ഒരു വിക്സ് സ്പൈക്ക് ആയതുകൊണ്ട് ഈ കോൺട്രാക്റ്റിൽ നിന്ന് ഉയർന്ന രീതിയിലുള്ള റിട്ടേൺ കിട്ടുമെന്നുള്ള ഒരു രീതിയാണ്, ഒരു പോർട്ട്ഫോളിയോ ഹെഡ്ജിങ് എന്നൊക്കെ പറയാം. ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ പഠിപ്പിക്കുന്ന ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ക്ലാസ്സുകളുള്ളത്. നമ്മളുടെ നിലവിലുള്ള സ്റ്റോക്കുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഗോൾഡ്, ഇതെല്ലാം തന്നെ നമ്മൾ ബ്രോക്കറിന് പണയപ്പെടുത്തി കിട്ടുന്ന കാശ് കൊണ്ട് മതി നമുക്ക് ഓപ്ഷൻ സെല്ല് ചെയ്യാൻ. അപ്പോൾ അത്തരത്തിൽ കൊച്ചിയിൽ നമ്മൾ കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി കൊച്ചിയിൽ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ടും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ കോഴ്സും കൂടാതെ തന്നെ സ്വിംഗ് ട്രേഡിൻ്റെ കോഴ്സും പഠിക്കാം. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇനി നേരെ നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരുമ്പോൾ ആദ്യം നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് പരിശോധിക്കാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ 23,500 ഓൾ ടൈം ഹൈയിൽ നിന്ന് കാണാം. 21,319 വരെ ലോ ക്രിയേറ്റ് ചെയ്തത് കണ്ടു. അതിനുശേഷം റിക്കവറി നടത്തി 1,300 പോയിന്റ് ആ ഒരു ലോയിൽ നിന്ന് റിക്കവറി നടത്തി ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 754 പോയിന്റിലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. ഈ NSEയിൽ ഏകദേശം അദാനി പോർട്ട്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഹിൻഡൽകോ, ടാറ്റ സ്റ്റീൽ, M&M തുടങ്ങിയ കമ്പനീസ് 5 മുതൽ 7% വരെയുള്ള റാലി രേഖപ്പെടുത്തിയപ്പോൾ BPCയിൽ മാത്രമാണ് ഇന്ന് NSEയിൽ റെഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ $22,100 സ്പൈക്ക് ചെയ്ത് 70,000. കൂടാതെ തന്നെ ഗോൾഡ് $4 ഉയർന്ന് $2,331. ബ്രന്റ് ഓയിൽ 77. ബ്രന്റ് ഓയിൽ ഇടിഞ്ഞു, അത് ഇന്ത്യക്ക് ഗുണകരമാണ്. ഓസ്ട്രേലിയ ഗ്രീനിലാണ്, ചൈന ഫ്ലാറ്റാണ്, കൊറിയ ഫ്ലാറ്റാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് റെഡിലടച്ചു. ഡോ ഫ്യൂച്ചർ പോസിറ്റീവിലാണ്. ഇന്ത്യ വിക്സ് കാണാം 29% ഇടിഞ്ഞ് 18.8. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ ഇപ്പോൾ പോസിറ്റീവാണ്. ഇപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കും. നിഫ്റ്റി 22,620 സ്പോട്ട് ഉള്ളത്. 23,000 മേജർ റെസിസ്റ്റൻസ് സോൺ ഉള്ളത്. 22,000 മേജർ സപ്പോർട്ട് സോൺ ഉള്ളത്. അപ്പോൾ നിഫ്റ്റിയുടെ PCR 0.61 ആണ്. അതായത് പുട്ട് കൂടുതലായിട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ടെന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. സെൻറ്റിമെൻറ്റ്സ് അതീവ പോസിറ്റീവ് ആണെന്നും പറയാൻ സാധിക്കില്ല. എങ്കിലും നിലവിലുള്ള ഈ ഡിക്ലറേഷനും വന്നിട്ടില്ല കേട്ടോ. അതായത് NDAയുടെ മീറ്റിങ്ങിലാണ് ഈ ഗവൺമെൻറ് രൂപീകരണമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഇനി അട്ടിമറി സംഭവിക്കുമോ എന്നൊന്നും നമുക്കറിയാൻ സാധിക്കില്ല. ഇതേവരെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഒരു ഇത് വെച്ചിട്ട് ന്യൂസിൽ ഞാൻ ഷെയർ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വ്യൂവോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ പറയാറില്ല. മാർക്കറ്റിലുള്ള വസ്തുതകൾ കാണുന്നത് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. അല്ലാതെ ഞാൻ ഒരു പ്രഡിക്ഷൻ നടത്താറില്ല. സ്റ്റോക്കിൻ്റെ വാർത്തകളിലേക്ക് വരുമ്പോൾ ആദ്യം HUL കമ്പനി കഴിഞ്ഞ 3 വർഷമായിട്ട് യാതൊരു അനക്കവും ഇണ്ടാതെ ഇരുന്നു. അവസാനം ജെഫ്രീസൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞ 3 ദിവസം കൊണ്ട് HUL 14% ഒരു റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തു. ഐഡിയ സ്റ്റോക്ക് കെയർ റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തു. ഐഡിയ സ്റ്റോക്ക് ഇന്ന് പറന്നു. ഏഞ്ചൽ ഫണ്ട് ബ്രോക്കറിംഗ് സ്ഥാപനമാണ്. ഇവരുടെ ക്ലയൻറ്റ് ബേസ് 63% ഉയർന്നു. സ്റ്റോക്ക് 7% റാലി. ഭാരത് ഇലക്ട്രോണിക് കമ്പനി CLS എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഭാരത് ഇലക്ട്രോണിക്സിനെ, ശ്രദ്ധിക്കുക. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി, ഇവർ ബംഗ്ലാദേശിൽ നിന്ന് ഏകദേശം $16 മില്യൺ ഒരു ഓർഡർ കിട്ടി. JPT ഇൻഫ്ര കമ്പനി, ഇവർക്ക് 547 കോടി രൂപയുടെ ഓർഡർ RVNL ഭാഗത്ത് നിന്ന് ലഭിച്ചു. KC ഇൻ്റർനാഷണൽ 1000 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഭാരത് ഫോർജ് കമ്പനി ക്ലാസ് 8 ട്രക്കിൻ്റെ ഓർഡർ US നിന്ന് ഇവർക്ക് ലഭിച്ചു. RVNL കമ്പനി 1,124 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഇന്ത്യൻ ഓയിൽ കമ്പനി സൺ മൊബിലിറ്റി ആയിട്ട് ബാറ്ററി സ്വാപ്പിംഗ് ബിസിനസ് ചെയ്യാനായിട്ട് ധാരണയായി. ജുബിലൻറ്റ് ഫാർമ കമ്പനി സോഫീസ് ബയോസെക്കിനിൽ നിന്ന് പുതിയൊരു ഓർഡർ ലഭിച്ചു. ടാറ്റ മോട്ടോഴ്സ് ഇവരുടെ GLRലെ സെയിൽസ് 4,732 നിന്ന് 6,093 ഉയർത്തി. ലുപ്പിൻ കമ്പനി യൂറോപ്യൻ മെഡിസിൻ ബ്രാൻഡിനെ അക്യൂർ ചെയ്തു. കൊട്ടാക് ബാങ്ക് കൊട്ടാക് ഇൻഷുറൻസിൻ്റെ 70% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. നസാറ ടെക് സോഫി സെൻട്രൽ.com അക്യൂർ ചെയ്തു. ഡീപ്പ് ഇൻഡസ്ട്രീസ് കമ്പനി 56 കോടി രൂപയുടെ ഓർഡർ കിട്ടി എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസും. മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ള അപ്ഡേറ്റ്സുകളെല്ലാം തന്നെ നമ്മുടെ bismate.com എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റായിട്ടുള്ള വെബ്സൈറ്റിലെ ട്രേഡ് ബഡി എന്ന് പറയുന്ന ടാബിൽ ലഭ്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ 7:00 പുതിയ അപ്ഡേറ്റ് ആയിട്ട് വരാം. നാളെ രാവിലെ ന്യൂസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന അപ്ഡേറ്റാണ് നാളെ ഉള്ളത്. ഞാനിപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നത്, എനിക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ബയാസില്ല. മാർക്കറ്റിലുള്ള ന്യൂസുകൾ ഷെയർ ചെയ്യുക നിങ്ങളായിട്ട് എന്നുള്ളതാണ് ഉള്ളത്. താങ്ക് യു ഓൾ.